ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി അങ്ങനെ കുടിച്ച് കാലേ നിൽക്കാൻ മേലാതെ ഇങ്ങനെ അവിടെ ഇരുന്ന് അനിയനും അനിയത്തിക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തോണ്ടിരിക്കാം. എന്നിട്ട് കുടിച്ച് വെളിവില്ലാതെ ചോറൊക്കെ വാരി കഴിക്കുന്നത് കണ്ട് ലക്ഷ്മിയമ്മയുടെ ചങ്ക് പൊട്ടിപ്പോവും. അവരവിടെ നിന്ന് കരയുക. അപ്പോൾ അമ്മ എന്തിനാ കരയുന്നേ ഇന്ന് സച്ചി അന്നേരം ലക്ഷ്മിയോട് ചോദിച്ചു കേട്ടോ. അമ്മയുടെ മോള് അമ്മയെയും ചതിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ഈ സമയത്ത് സച്ചിയുടെ നേരെ കൈ കൂപ്പി ഇങ്ങനെ കാണിച്ച് ആ ലക്ഷ്മി അമ്മ കരയുക. നീ ഭക്ഷണം കഴിക്കും മോനെ എന്നും പറഞ്ഞ്. ആ സമയത്ത് മോനെ നീ ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞതോടെ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു സച്ചി ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു. അപ്പം ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പായസമെങ്കിൽ പായസം ഒഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ദേ സച്ചിക്ക് പായസവും കൊടുത്തു. സച്ചി ഇങ്ങനെ ദേഹം മുഴുവനാക്കി ഇങ്ങനെ ഒരുമാതിരി കുഞ്ഞു മക്കൾ കഴിക്കുന്നത് പോലെയൊക്കെ ഇരുന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ കണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുക. രേവതിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം സന്തോഷിക്കാൻ വേണ്ടി രേവതി വന്നതാണ്. പക്ഷെ കരച്ചില്ലത് അവസാനിച്ചില്ലേ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും രവിയേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് കമ്പിത്തിരി കത്തിക്കുക. അപ്പം നീ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് വീഡിയോ എടുക്കടാ എന്നും പറഞ്ഞങ്ങനെ സുധിയോട് ചന്ദ്രമതി പറഞ്ഞു. ഇവളുടെ അച്ഛൻ അയച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ മകള് എത്ര സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നതെന്ന് അദ്ദേഹം ഒന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ എടുക്കാമേന്നും പറഞ്ഞു സുധി. പിന്നെ അവിടെ വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ ആയി. ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് അതുവഴി വരുന്നത്. ശ്രീകാന്ത് വന്നപ്പോൾ ഇവരുടെ വീട്ടിലെ സന്തോഷം കണ്ടു. പിന്നെ അവർ പറയുന്നത്, അവർ ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്, അച്ഛൻ അപ്പുറം ഇരിക്കുന്നത്, ഇതെല്ലാം ശ്രീകാന്ത് വഴിയിൽ നിന്ന് കാണുക. ഇത് കണ്ടിട്ട് ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കര സങ്കടം. പഴയ ദീപാവലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് അവിടെ നിന്നിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ദീപാവലിയൊക്കെ. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ കരയണം. വീട്ടിലേക്ക് കയറി പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് കുറേ നേരം ഇവരെ നോക്കി കണ്ടിട്ട് വണ്ടിയെടുത്ത് ശ്രീകാന്ത് അവിടെ നിന്ന് പോയി. അപ്പം ശ്രീകാന്തിനെ നോക്കി വർഷം അവിടെ കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നീ ഇത് എവിടെ പോയതാ? നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നല്ലോ ഞാൻ ഇത്രയും നേരം. നീ എവിടെയായിരുന്നു എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. എന്താ പറ്റിയേ? എന്താ നിനക്കൊരു മൂഡ് ഔട്ട്? എന്താ നിന്റെ മുഖം അല്ലാതിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയിട്ട് നിന്നെ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചോ എന്ന് ചോദിച്ചു. വലിയ ആകാംക്ഷയോടെ വർഷ. വീട്ടിനകത്തേക്ക് ഞാൻ കയറിയില്ല, പുറത്ത് ദൂരെ നിന്ന് കണ്ടച്ച് ഞാൻ പോന്നു എന്ന് ശ്രീകാന്ത് വർഷയോട് പറയുക. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പടക്കം പൊട്ടിക്കുകയാണ് എന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഞാനതൊക്കെ മാറി നിന്ന് കണ്ടിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് വർഷയോട്. ഇത് കേട്ടപ്പോൾ വർഷയ്ക്കും സങ്കടമായി. ഞാനും അവരുടെ കൂടെ വേണ്ടതായിരുന്നില്ലേന്ന് ചോദിച്ചപ്പം നിന്നെ അവർ വേണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ അവരെ പറ്റി ആലോചിക്കുന്നത് ശ്രീകാന്തേ? നീ നോക്ക്, അവർക്കൊരു പ്രശ്നവും ഇല്ല. അവരവിടെ സന്തോഷത്തോടെ ആഘോഷിക്കാം. പിന്നെ നിനക്കെന്തിനാ മൂഡ് ഔട്ട്? നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു. ഇന്നത്തെ ദിവസം വെറുതെ നശിപ്പിച്ച് കളയല്ലേ എൻ്റെ ശ്രീകാന്തേ. സന്തോഷം നീ ഇങ്ങനെ കടുത്താതെ നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് വർഷ പറയാം. അപ്പം എന്നും പറഞ്ഞ് മൂളിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നതേ ശ്രീകാന്ത്. അപ്പോഴത്തേക്കും വർഷ പോയി കുറേ പടക്കമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതെ, ഇവിടെ നിന്ന് നമുക്ക് പൊട്ടിക്കണ്ട. ഇവിടെ നിന്ന് പൊട്ടിച്ചാൽ വീടിന് വല്ല കേടുപാടും ഉണ്ടായാലോ? നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ, നമുക്ക് മുന്നിലുള്ള റോട്ടിൽ നിന്ന് പൊട്ടിക്കാം. അവിടെ സേഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അവിടെ പോയി നിന്ന് കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കുക. അങ്ങനെ ഇവർ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അതുവഴി നമ്മുടെ മറ്റേ റോഷൻ വരുന്നത്. റോഷൻ ഇവരെ കണ്ടപ്പോഴത്തേക്ക് റോഷന് രക്തം തിളച്ചു തുടങ്ങി. ഭയങ്കര കൊലിപ്പിൽ ഇവരിങ്ങനെ നോക്കുക. എന്നിട്ട് നേരെ ഇവരുടെ അരികിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് റോഷൻ വരും ഇവർ ഇടിച്ച് തെറിപ്പിക്കാൻ പാകത്തിന്. അപ്പോഴേക്കും ശ്രീകാന്ത് എന്തോ എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ശ്രീകാന്ത് അകത്തേക്ക് കയറിയപ്പോഴാണ് ഇവൻ വണ്ടിയും കൊണ്ട് വരുന്നതും വർഷയെ ഇടിച്ച് തെറിപ്പിച്ചിടാൻ നോക്കുന്നതും. അങ്ങനെ കലി കയറി ഇവൻ നേരെ ചീറിപ്പാഞ്ഞ് വർഷയുടെ ദേഹത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി ഇടിപ്പിക്കാൻ നോക്കി. അപ്പോഴേക്കും വർഷ പുറകോട്ട് ഇങ്ങനെ മറിഞ്ഞു വീണപ്പോൾ വർഷയ്ക്കൊന്നും പറ്റിയില്ല. പെട്ടെന്ന് ഓടി ശ്രീകാന്ത് ഇങ്ങ് വരിക. അപ്പോഴേക്കും വർഷയെ കണ്ടു. ശ്രീകാന്ത് ഓടി വന്നു. വർഷ എന്ന് പറഞ്ഞു ഓടി വന്നു. അപ്പം ശ്രീകാന്ത് ഒരു കാർ എന്നെ ഇടിക്കാൻ വന്നതുപോലെ എന്ന് പറഞ്ഞു. കാറോ? അതങ്ങ് പോയി എന്നും പറഞ്ഞു വർഷ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും റോഷന് ഭയങ്കര കലിപ്പായി പോയി. പറ്റിയില്ലല്ലോ, എൻ്റെ കാല് വേദനിക്കുന്ന ശ്രീകാന്ത് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുറിവുണ്ടോ എന്ന് നോക്കിയപ്പോൾ അയ്യോ പതുക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഉളുക്കിയതാണെന്നാണ് തോന്നണേന്നും പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. വർഷയെ പതുക്കെ പൊക്കിയെടുത്ത് നമ്മുടെ ശ്രീകാന്ത് കൊണ്ടുപോകുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പതുക്കെ പോയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ബാം പുരട്ടി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ശ്രീകാന്തിനോട് വർഷ. വേണം എന്നും പറഞ്ഞു ശ്രീകാന്ത് തന്നെ ബോംബ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വർഷയുടെ കാലിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഭയങ്കര വേദനയായിട്ട് ഇങ്ങനെ ഇരുന്ന നമ്മുടെ വർഷയ്ക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ. കാരണം വേറൊന്നുമല്ല,
നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ ഈ കെയറിങ് ഒക്കെ കണ്ടും അങ്ങനെയൊക്കെ അത് അറിഞ്ഞൊക്കെ ഭയങ്കര ഇതിലായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചപ്പോൾ വെറുതെ നീ എന്നെ ഇത്ര സ്നേഹത്തോടെ കരുതലോടെ നോക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നോക്കിപ്പോയതാണെന്ന് വർഷ ശ്രീകാന്തിനോട് പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. വർഷയുടെ കാലാണെങ്കിൽ ശരിയാക്കിയൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശ്രീ ശ്രമിക്കുന്നുണ്ട്. ബാമൊക്കെ പുരട്ടി ഇച്ചിരി തിരിച്ചു ഓടിച്ചു മുളച്ചും ഒക്കെ. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എനിക്ക് വേദന കുറഞ്ഞു എന്ന് വർഷ ശ്രീകാന്തിനോട് പറയാം. അപ്പോഴും വർഷം ഇങ്ങനെ നോക്കിയിരിക്കാം. എനിക്ക് ചെറുതായിട്ടൊന്ന് വേദനിച്ചാൽ പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന് വർഷ ശ്രീയോട് പറയുവാണ്. നിന്നെ കെട്ടിയ ഞാനേ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ശ്രീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വർഷ ഇങ്ങനെ ശ്രീയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും അവർക്കിടയിലുണ്ടായിരുന്ന സങ്കടമൊക്കെ ഏതായാലും റോഷൻ കാരണം കുറച്ചങ്ങ് മാറിക്കിട്ടിയെന്ന് തന്നെ പറയാം. അതിനുശേഷം പിന്നെ നമ്മുടെ വർഷയെ ഇങ്ങനെ പതുക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് നമ്മുടെ ശ്രീ ഇങ്ങനെ എടുത്ത് കട്ടിലേക്ക് കിടത്തി. ആ സമയത്ത് നമ്മുടെ വർഷ ഇങ്ങനെ കിടക്കുന്നു. ശ്രീ ഇങ്ങനെ വർഷയെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നിട്ട് വർഷയുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ചെറിയൊരു റൊമാൻറ്റിക് മൂഡും കാര്യങ്ങളൊക്കെ. പിന്നെ വർഷയെ പതുക്കെ എടുത്ത് നടത്തിച്ചു. അതിനുശേഷം പിന്നെ അവർ നെഞ്ചിലേക്ക് ചാഞ്ഞിങ്ങനെ കിടക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് സൂപ്പറാക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആയി നമ്മുടെ ശരത്ത് അവിടെ പടക്കം പൊട്ടിക്കുക. ശരത്ത് മാലപ്പടക്കമാണ് പൊട്ടിക്കുന്നത്. മാലപ്പടക്കം പൊട്ടിച്ചിട്ട് ആ ശനി ഇങ്ങനെ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം. അപ്പം നമ്മുടെ സച്ചി അവിടെ നല്ല ഉറക്കത്തിലാണ്. സച്ചി ചാടി എഴുന്നേക്കുന്നത് ഈ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് നെഞ്ചത്ത് കൈ വെച്ചിട്ട് അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഓ എന്നും പറഞ്ഞ തലേന്ന് നേരെ നിൽക്കുന്നില്ല. അയ്യോ വല്ലാതെ തല വേദനിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇതായിട്ടൊക്കെ ഇരുന്ന് കാണിക്കുക. ഇന്നലെ കുറച്ച് ഓവറായി പോയി, വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോഴേക്കും ആ പടക്കം അവിടെ പൊട്ടി തുടങ്ങി. പടപടപടപടാന്ന് പറഞ്ഞ് പൊട്ടി ഇങ്ങനെ പോവുക. സച്ചി അന്നേരത്തിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരും. അപ്പോഴത്തേക്കും അവിടെ ദേവും അതുപോലെ നമ്മുടെ രേവതിയും അമ്മയും കൂടി കറി വെക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കുറച്ചെടുത്ത് കറി വെക്കാം അമ്മേ, കുറച്ചത് ചെയ്യാമേ, ബാക്കി നമുക്ക് വറക്കാമെന്നൊക്കെ പറഞ്ഞ് മീനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. എന്തായാലും അവർ കറി വെക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി നിങ്ങളും കൂടെ നമുക്ക് പടക്കം പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അപ്പം നീ തുടങ്ങിയല്ലോ, നീ തന്നെ അത് പൊട്ടിച്ച് തീർക്കുക, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണ്ടേ എന്ന് രേവതി ശരത്തിനോട് ചോദിക്കുക. അപ്പോൾ എല്ലാവരും വേണം എങ്കിലേ രസമുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്നതാ ചേച്ചി, പടക്കമൊക്കെ ഇന്നലെ രാത്രി പൊട്ടിക്കേണ്ടതായിരുന്നു, ഒരു പൂത്തിരി പോലും കത്തിച്ചില്ലല്ലോ എന്ന് ദേവ്. അപ്പോൾ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല എന്ന് ദേവ് പറഞ്ഞപ്പോൾ 4 കാലിൽ വന്ന് വേറൊരാൾ ആഘോഷിച്ചല്ലോ, അത് തന്നെ ധാരാളമാണെന്ന് രേവതി അനിയത്തിയോട് പറയാം. എൻ്റെ ദൈവമേ എന്തായിരുന്നു ഇന്നലെ എന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും സച്ചി തലയും തിരുമ്മി ദേ വരുന്നു. അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ സച്ചിയോടും വരുന്നുണ്ട്, മിണ്ടുണ്ടെന്ന് ശരത്ത് ഇവരോട് പറയാം. അപ്പോൾ സച്ചി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇവരെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ എന്തു പറ്റി സച്ചേട്ടാ, എന്താ തലയിൽ പിടിച്ചുകൊണ്ട് വരുന്നു എന്ന് ദേവ് ചോദിച്ചു. പിടിച്ചില്ലെങ്കിലേ തല നേരെ നിൽക്കില്ല, ഇന്നലത്തെ ഹാങ് ഓവർ കാണുമല്ലോ എന്ന് രേവതി പറയുമ്പോൾ നീ എന്താ കളിയാക്കാണെന്ന് ചോദിച്ചു സച്ചി. തല വേദനിച്ചിട്ട് വയ്യ, കുറച്ച് നേരം കൂടി ഉറങ്ങിയാൽ ശരിയാകുമെന്ന് പറഞ്ഞു സച്ചി. പടക്കം പൊട്ടിച്ചെൻ്റെ ഉറക്കം കളഞ്ഞു എന്നും പറഞ്ഞ് സച്ചി പറഞ്ഞപ്പം ദീപാവലിക്ക് പടക്കം അല്ലാതെ പിന്നെ ബലൂണാണോ പൊട്ടിക്കേണ്ടതെന്ന് രേവതി ചോദിക്കുമ്പോൾ ചുമ്മാ ഇരിക്കടി എന്ന് പറഞ്ഞ് അമ്മ രേവതിയെ പിടിച്ചൊരു തല്ല്. മോനെ ഞാൻ ചായ എടുത്തുകൊണ്ട് വരട്ടെ, അമ്മ മുഖം കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അപ്പം ചായ കൊണ്ട് മുഖം കഴുകിയ തലവേദന മാറുമോ അമ്മേ? ദേവു അപ്പോഴേക്കും നല്ലൊരു തമാശ മിണ്ടത് ജോലി ചെയ്യടിയെന്നും പറഞ്ഞ് ദേവുവിൻ്റെ ചെവിക്കും പിടിച്ചമ്മ. ആ സമയത്ത് അമ്മ ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോകുമ്പോൾ സച്ചി അമ്മേ അപ്പോൾ എന്താ മോനേന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ ഇന്നലെ ഞാൻ അങ്ങനെയൊന്നും വരരുതായിരുന്നു, എന്നോട് ക്ഷമിക്ക് എന്ന് സച്ചി ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ എങ്ങനെ വരരുതായിരുന്നു, അത് നിനക്കറിയില്ലേ എന്ന് രേവതിയോട് അന്നേരം സച്ചി ചോദിക്കുക. നീ എന്തിനാ ഞാൻ പറയുന്നത് കേട്ടുപിടിച്ച് തർക്കുത്തരം പറയുന്നു എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ ആകെ വിഷമത്തിലാണ്. ഇന്നലെ ഫിനാൻഷ്യറുമായിട്ട് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചി പറഞ്ഞ കാര്യമൊക്കെ രേവതി അറിയുന്നത്. അയാൾ എന്നെ വല്ലാതെ അപമാനിച്ചു വിട്ടു എന്നും രേവതിയോടൊക്കെ ആയിട്ട് സച്ചി എല്ലാം തുറന്നു സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകും മോനെ എന്ന് നമ്മുടെ ദേവി പറയുകയാണ്, ലക്ഷ്മി പറയുകയാണ്. നിൻ്റെ മനസ്സിൽ അത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടെന്നുള്ളത് നിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുമെന്നും ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. മോനെ ലോകത്തിൽ ആർക്കാ പ്രശ്നങ്ങളില്ലാത്തതായിട്ടുള്ളത്, എല്ലാവർക്കും അവരവരുടേതായ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെന്ന് ലക്ഷ്മി ഇങ്ങനെ പറയുക. അപ്പോൾ വിഷമമുള്ളവരൊക്കെ കുടിക്കാൻ തുടങ്ങിയാലേ ഇപ്പോൾ തുറന്നിരിക്കുന്ന മദ്യഷോപ്പുകളൊന്നും പോരാതെ വരും, കുറേ എണ്ണം കൂടി തുറക്കേണ്ടി വരുമെന്ന് രേവതി. കുടിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ, സന്തോഷം ഉണ്ടാകുമോ? എന്നാൽ പിന്നെ ഇവിടെ മദ്യഷാപ്പുകളും മതിയല്ലോ, ക്ഷേത്രങ്ങളും ആശുപത്രികളും ഒന്നും വേണ്ടല്ലോ.
അപ്പോൾ അതൊക്കെ രേവതി പറഞ്ഞത് കേട്ടപ്പോൾ മോനെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറ, അതിനൊരു പരിഹാരം കാണുകയാണ് വേണ്ടത്, അല്ലാതെ മദ്യപിച്ച് ശരീരം നശിപ്പിക്കരുത് എന്ന ലക്ഷ്മി ഇങ്ങനെ നമ്മുടെ സച്ചിയോട് പറയാം എന്ന് പറഞ്ഞ് രേവതി ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ മദ്യപിക്കുമ്പോൾ അയാൾ മാത്രമല്ല നശിക്കുന്നത്, കുടുംബവും സമൂഹവും ഒക്കെ നശിക്കുകയല്ലേ മോനെ എന്ന് നമ്മുടെ അമ്മ ചോദിക്കുന്നു. മദ്യപിക്കുന്നവനെ എല്ലാവരും മറ്റൊരു കണ്ണിലൂടെയല്ലേ കാണുകയുള്ളൂ, ഒരു വിലയും ആരും തരില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും അവനൊരു കോമാളി മാത്രമായി മാറുമെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി. രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ലക്ഷ്മി ചെന്ന് സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ആകരുത് എന്നും പറഞ്ഞു. ഇതൊക്കെ ദയനീയമായിട്ട് നമ്മുടെ സച്ചി കേട്ടോണ്ട് നിൽക്കുവാണേ. മോനെ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് മോൻ അമ്മയോടൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലമ്മേ എനിക്കങ്ങനെ ഒന്നും തോന്നില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുന്നു. അമ്മ ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോയി. ഈ സമയത്ത് നമ്മുടെ സച്ചി ഇന്നിങ്ങനെ പലതും ആലോചിക്കുക. എന്നിട്ട് രേവതി ഇങ്ങനെ ഒരു നോട്ടോ നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ. അപ്പം സച്ചേട്ടാ നമുക്ക് പടക്കം പൊട്ടിക്കാമെന്ന് പറഞ്ഞു ശരത്ത്. സച്ചേട്ടന് ഇപ്പോൾ എഴുന്നേറ്റ് തലേ ഉള്ളൂ, ചായ കുടിച്ചിട്ട് വരും, നീ എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞു ദേവു ശരത്തിനോട്. സച്ചേട്ടൻ പോയി മുഖം കഴുകിയിട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ദേവു ഇങ്ങനെ സച്ചിയെ പറഞ്ഞു വിട്ടു മുഖം കഴുകാനായിട്ട്. സച്ചി അന്നേരം മുഖം കഴുകാൻ അങ്ങ് പോവുകയും ചെയ്തു. ഈ സമയത്ത് രേവതി ഇങ്ങനെ സച്ചിയെ ഇങ്ങനെ നോക്കുക കേട്ടോ. രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് സച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട്. രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നെ നമ്മുടെ സച്ചി അമ്മ കൊടുത്ത ചായ ഇങ്ങനെ കുടിക്കുവാണ്. പിന്നെ അവിടെ പടക്കമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശരത്ത്. ആ സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് ശരത്തിന് എണ്ണ കൊണ്ടുവന്നു. ശരത്തെ നീ എണ്ണ തേച്ച് കൊടുക്കാൻ പറഞ്ഞു. ശരത്തിൻ്റെ കയ്യിലേക്ക് അമ്മ എണ്ണ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ശരത്ത് സച്ചേട്ട തലയിൽ എണ്ണ തേക്കണം, അപ്പം നീ തേച്ചു, അതിപ്പോൾ ഞാനെന്ത് വേണമെന്ന് ചോദിച്ചു. സച്ചേട്ടൻ്റെ തലയിൽ എണ്ണ തേക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തലയിൽ നീ എന്തിനാ എണ്ണ തേക്കണം? അപ്പോഴേക്കും അവർ ഇറങ്ങി വന്നു അമ്മയൊക്കെ. മോനെ അതാണ് മുറ, ഇന്നത്തെ ദിവസം ഭാര്യയുടെ സഹോദരനാ തലയിൽ എണ്ണ തേച്ച് തരേണ്ടതെന്ന് പറയുമ്പോൾ അമ്മേ അതൊന്നും എനിക്ക് സെറ്റാവില്ല അമ്മ എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛമ്മ എൻ്റെ തലയിൽ എണ്ണ തേച്ച് തരാറുണ്ട്, അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മറ്റാരും തേക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അമ്മേ. പിന്നെ എണ്ണ തേക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ തേച്ചോളാമെന്ന് പറഞ്ഞു സച്ചി. നീ അതവിടെ വെച്ചേക്കടാ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞപ്പോൾ ഇത്തിരി നെറുകയിൽ എണ്ണ തേച്ചെന്ന് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു നമ്മുടെ രേവതി. അപ്പോൾ അതൊന്നും വേണ്ട, എൻ്റെ തലയിൽ പലതും വെച്ച് തന്നാൽ മതി, ഇനിയും മറ്റുള്ളവരെ കൊണ്ട് എണ്ണയും തേപ്പിക്കണമല്ലേ, എനിക്കത് മതിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആണെങ്കിൽ ലേക്കെടുത്ത് കമത്തിയത് വേറെ ഒന്നുമില്ല, എണ്ണയ്ക്ക് പകരം ചായയായിരുന്നു. തലവഴി ചായ കോരി ഒഴിച്ചു സച്ചിയുടെ. ദൈവമേ മതി. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക. സച്ചേട്ടാ അത് എണ്ണയല്ല ചായ എന്ന് പറഞ്ഞ് ശരത്ത് ഇങ്ങനെ പറഞ്ഞു. സച്ചി ഇങ്ങനെ ആകെ ചോളി നിൽക്കുക കേട്ടോ. പിന്നെ എല്ലാവരും നിന്നൊരു ചിരിയായിരുന്നു, ഒന്നൊന്നര ചിരി. ദേവ് ചിരിച്ചു, അതുപോലെ തന്നെ രേവതി ചിരിച്ചു. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മ ഇടി നീ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ ചിരിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ആകെ ചോളി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അവർക്കാർക്കും ചിരി അടക്കാനായിട്ടും പറ്റുന്നില്ല. സച്ചി ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം സച്ചേട്ടാ ഇതാ എണ്ണ, അപ്പോൾ എണ്ണ എന്ത് നീ എൻ്റെ ചായ എടുത്തുകൊണ്ട് വെച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. നീ ഇങ്ങോട്ട് താ, ഞാൻ ബാത്റൂമിൽ ചെന്നിട്ട് തേച്ചോളാമെന്ന് പറഞ്ഞ് സച്ചി അതുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളും ചിരിമുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.